നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th പ്രിലിംസ് കമ്പനി ബോർഡ് LGS ക്വാളിറ്റി VFA പോലുള്ള എക്സാംസിനുള്ള 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശമുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ളതും മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ആസ്ഥാനം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഏതു നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഏതു നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഹെൻറിസ് നിയമമാണ് ദ്രാവകത്തിലൊരു വാതകത്തിൻ്റെ ലയനത്തെ വിശദീകരിക്കുന്നത്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരെന്താണ്? ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം എന്നാണ് ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ്? ടേബിൾ സോൾട്ടാണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം. ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ 21. ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസെപ്പ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ്? കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരെന്താണ്? തളിര്. മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ദ്വിതീയ മേഖലയിലാണ് മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്നത്. 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ശാരദ. മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരൻ ആരായിരുന്നു? മലയാളി മെമ്മോറിയലിലെ ആദ്യത്തെ ഒപ്പുകാരനായിരുന്നു KP ശങ്കരമേനോൻ. വളപട്ടണം പുഴയും കുപ്പം പുഴയും അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? വളപട്ടണം പുഴയും കുപ്പം പുഴയും അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? അഴീക്കൽ. കേരളത്തിൽ കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കണ്ടൽക്കാടും കടൽത്തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. ബംഗാളിനെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നത്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച വർഷം എന്നാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച വർഷമാണ് 2018. ആയില്യത്തെ കുറ്റ്യാടി ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? പട്ടിണിജാഥ ആരുടെ നേതൃത്വത്തിൽ? ആയില്യത്തെ കുറ്റ്യാടി ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു പട്ടിണിജാഥ. ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ? ജപ്പാൻ്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം മിഷൻ. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീഴുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? കടൽക്കാറ്റ്. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ. മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരാസയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ പേശിഭിത്തിയുടെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിലെ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ പേശിഭിത്തിയുടെ പേരാണ് ഡയഫ്രം. ബന്ധു ക്ലിനിക് പദ്ധതി ഏത് വിഭാഗത്തെ ലക്ഷ്യമായിട്ടുള്ളതാണ്? അതിഥി തൊഴിലാളികൾ. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ് ജയ്ഹിന്ദ്. ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏതായിരുന്നു? റൗലറ്റ് നിയമം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു? ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല പങ്കെടുത്ത ബഹിരാകാശ ദൗത്യം ഏതായിരുന്നു?
ആക്സിയം 4. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനം. സുസ്ഥിര വികസനമായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മാറി? ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മാറി? ആമുഖം. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏതാണ്? ഹംബോൾട്ട് പ്രവാഹം. ഹംബോൾട്ട് പ്രവാഹമാണ് ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം. മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? മനുഷ്യരിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? ഏതൊക്കെ നദീ ഡെൽറ്റകൾക്കിടയിലാണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്? മഹാനദി ഗോദാവരി ഡെൽറ്റ. മഹാനദി ഗോദാവരി ഡെൽറ്റയ്ക്ക് ആണ് ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യമിടുന്നതാണ്? പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിൻ്റെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്? ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായി മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകൻ ആര്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1934 ആദ്യമായി മുന്നോട്ട് വെച്ച സാമൂഹിക പ്രവർത്തകൻ ആരാണ്? എം.എൻ. റോയ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി ഏത് നഗരമാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി എവിടെയാണ്? ഡാവോസ്. ഡാവോസ് ആണ് ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സ്ഥിരം വേദി. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെ? പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിച്ചത്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ലോകരാജ്യങ്ങൾക്കിടയിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7 ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ കെ.എൻ. രാജ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെവി എന്ന് നാട്ടുരാജ്യമായ അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെവി എന്ന് നാട്ടുരാജ്യമായ അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡൽഹൌസി പ്രഭു. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓരോ വ്യക്തി രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൗലിക കടമകൾ. ഇന്ത്യ ലോക വ്യാപാര ഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്ത്. ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിയോഗിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിയോഗിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 324. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം വിള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാപ്പി. വിപ്ലവ കലണ്ടർ എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിപ്ലവ കലണ്ടർ എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. നാസയുടെ ആർടെമിസ് 2 ദൗത്യം ഏത് ബഹിരാകാശ ഗോളത്തെയാണ് വലം വെച്ചത്? നാസയുടെ ആർടെമിസ് 2 ദൗത്യം ഏത് ബഹിരാകാശ ഗോളത്തെയാണ് വലം വെച്ചത്? ചന്ദ്രനെയാണ് വലം വെച്ചത്. സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളുടെ അവകാശ സംഹിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏത്? സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളുടെ അവകാശ സംഹിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ച രേഖ ഏതാണ്? സ്വതന്ത്ര സമരകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിച്ച രേഖ ഏതാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. പുത്രിക ക്രോമസോമുകളുടെ രൂപപ്പെടൽ നൽകുന്ന ന്യൂക്ലിയസ് വിഭജന ഘട്ടം ഏതാണ്? പുത്രിക ക്രോമസോമുകളുടെ രൂപപ്പെടൽ നടക്കുന്ന ന്യൂക്ലിയസ് വിഭജന ഘട്ടമാണ് അനാഫേസ്. അനാഫേസിലാണ് പുത്രിക ക്രോമസോമുകളുടെ രൂപപ്പെടൽ നൽകുന്ന ന്യൂക്ലിയസ് വിഭജന ഘട്ടം നടക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ഈ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.